കഴിഞ്ഞ ദിവസം സ്വാമി ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി. ഇന്നലെ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം രാജ്യസഭയിൽ എസ് ജയശങ്കർ പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് തകർക്കുന്നത് നോക്കിയിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പറഞ്ഞത് ഇന്ത്യ ഇതിൽ ഇടപെടേണ്ട, കാരണം ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന്. എന്നാൽ എസ് ജയശങ്കർ പറഞ്ഞത് ഇത് ആഭ്യന്തര കാര്യമായി തള്ളിക്കളയാൻ കഴിയില്ല, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും അവരുടെ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇതിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ശക്തമായ ഒരു താക്കീതാണ്. നമ്മുടെ രാജ്യസഭയിലാണ് എസ് ജയശങ്കർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുമായി വിലപേശുന്നതിനാണ് സ്വാമി കൃഷ്ണദാസിനെ കസ്റ്റഡിയിലെടുത്തതും ഒപ്പം ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വേട്ടയും. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി നടന്നു. ഈ സ്വാമി ചിന്മയ കൃഷ്ണദാസിന് ഭക്ഷണം നൽകാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം അവിടുത്തെ കോടതി അനുവദിച്ചിരുന്നു. പക്ഷേ ആ ഭക്ഷണവുമായി എത്തിയ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇന്ത്യയുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ പറയുന്നത് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല, അവിടുത്തെ നടപടികൾ ബംഗ്ലാദേശ് സർക്കാർ കൈക്കൊണ്ടേ മതിയാകുമെന്ന്. ഒരുപക്ഷെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയും പുറത്തു വരുന്നു. കാരണം ഇപ്പോൾ ട്രേഡിംഗ് ബംഗ്ലാദേശിലേക്ക് നടക്കുന്നുണ്ട്. അത് നിർത്തിവെച്ചുകൊണ്ട് മുൻപ് പാകിസ്ഥാനിലുമൊക്കെ ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തിയിരുന്നു. ട്രേഡിംഗ് നിർത്തിവെച്ചുകൊണ്ടും വൈദ്യുതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ടും മറ്റുമൊക്കെ നടത്തുന്ന ഒരു സമ്മർദ്ദത്തിൽ ആക്കുവാനുള്ളൊരു നീക്കം. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് കൂടുതലും എത്തുന്നത്. അത് റോഡ് മാർഗം തന്നെയാണ് എത്തുന്നത്. അതൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു സമ്മർദ്ദതന്ത്രം ഒരുപക്ഷെ ഇന്ത്യ മുമ്പോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ബംഗ്ലാദേശ് സർക്കാർ ഷെയ്ഖ് ഹസീനയുടെ വിഷയവും ഈ സ്വാമി ചിന്മയ കൃഷ്ണദാസിൻ്റെ വിഷയവും തമ്മിൽ കൂട്ടിക്കലർത്തുവാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അതുതന്നെയാണ് ഏവരും നേരത്തെ സംശയിച്ചിരുന്നത്. കാരണം ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടുന്നതിന് പകരമായി ഈ സ്വാമിയെ മോചിപ്പിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം മുൻപോട്ട് വെക്കാനാണ് ബംഗ്ലാദേശിൻ്റെ ശ്രമമെന്ന്. പക്ഷേ ഇന്ത്യ അതിന് വഴിപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കുന്നതോടുകൂടി അടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.